ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പം ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് പോവാണ് കേട്ടോ, വീട്ടുകൂടലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും നോമ്പിന് മുമ്പ് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. പക്ഷേ നമ്മൾ നനച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പെൻഡിങ്ങിൽ വന്നപ്പോൾ നോമ്പ് 1 വരെ ആവേണ്ടി വന്നു കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിച്ചു കൊണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു 10:45 തന്നെ ഡ്രസ്സൊക്കെ മാറ്റി പുറത്തിങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. പിക്ക ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, മോന് ലീവ് ആയതുകൊണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ഇതാ പാക്ക് ചെയ്തതിൻ്റെ മുകളിലാണ് കേട്ടോ ഇച്ചു ഇരിക്കുന്നത്. അപ്പോൾ ആൾ നല്ലോണം അതൊക്കെ കീറി മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം വേറെ ഗിഫ്റ്റ് പേപ്പറും ഇല്ല, കഴിയുകയും ചെയ്തു കേട്ടോ. പിന്നെ ഇതാ സാജിക്കാനൊപ്പാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം മോന് ലീവ് ആയതുകൊണ്ട് തന്നെ ഇക്കാക്ക് വരാൻ പറ്റില്ല. അപ്പം പിന്നെ ഞാനും ഉമ്മയും അതുപോലെ തന്നെ സാജിക്കാൻ്റെ വൈഫും റിച്ചും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം ഉമ്മാൻ്റെ ആങ്ങളുടെ മോൻ്റെതാണ് കേട്ടോ വീട്ടുകൂടൽ. അപ്പോൾ നമ്മളന്ന് പെണ്ണുമത്താത്താൻ്റെ വീട്ടിൽ സൽക്കാരത്തിന് പോയ സമയത്ത് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, 23-ാം തീയതി ഇൻഷാ അല്ലാഹ് വീട്ടുകൂടൽ ഉണ്ടാവും എന്നുള്ളത്. അന്ന് ഫിക്സ് ആക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ പിന്നീട് അവർ പിന്നെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കേട്ടോ. പിന്നെ ആ പോകുന്ന വഴിക്കിൽ നമുക്കൊരു മരിപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വല്യമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു, പുത്തുമല കേട്ടോ. അപ്പം പിന്നെ അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ ഉമ്മ. അപ്പം പിന്നെ പോവാണ്. അപ്പോൾ ഇതിപ്പം രാജേട്ടൻ്റെ വീട് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെയുള്ള നമ്മൾ ആ ഭാഗത്തുള്ള ആൾക്കാരെ വീടുകളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം എല്ലാവരും പുത്തുമലയായിരുന്നല്ലോ, പിന്നെ പ്രളയത്തിന് ശേഷമാണല്ലോ നമുക്ക് ഈ മുക്കിൽ പീടികയിൽ വീടും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയാണ് വീട്. അപ്പോൾ ഇപ്പം പല ആൾക്കാരെ വീടുകളും റിസോർട്ടിനൊക്കെ കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി വീട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ ഇതാ ഒരു ഉള്ളിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം പിന്നെ നമ്മളൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഉമ്മയും സാജിക്കൊക്കെ പോയി അവർ വന്നു. പിന്നെ നമ്മൾ നേരെ ഷാജാൻ ഖാൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ കുക്കറും പിന്നെ സാജിക്കൊക്കെ ഫാനും ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പിടിച്ചിങ്ങനെ പോവാണ്. പിന്നെ ആ ഒരു കവറ് കുറച്ചൊരു പിടിക്കാൻ ഇടങ്ങാറുള്ള കവറായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ് നല്ല രസമുണ്ടായിരുന്നു. ഈ ഇൻറ്റീരിയർ ഡിസൈനിങ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സിമ്പിളായിട്ടുള്ള വീടാണ് കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ ഒറ്റ ഫ്ലോർ തന്നെ ഉള്ളൂ. പക്ഷേങ്കിൽ അവിടെ 3 റൂമും എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഓപ്പൺ കിച്ചണ് നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് കിച്ചണും കാണാം, പെട്ടെന്ന് നമുക്ക് സെർവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പം ഇതാണ് മാസ്റ്റർ റൂം എന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാത്റൂമിൻ്റെ പണി കഴിയാനുണ്ട്, ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വീട്. അപ്പം എനിക്ക് കണ്ടിട്ടും പൂതി മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതാ ഈ ഒരു സ്റ്റെയറിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് മുകളിലേക്ക് എടുത്തിട്ടില്ല, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് എടുക്കുന്നതായിരിക്കും തോന്നുന്നു കേട്ടോ. പിന്നെ അതാ ഈ ഒരു ഭാഗമായിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത് കേട്ടോ. നമ്മൾ ടിവിയും കയറി വരുന്ന ആ ഒരു സോഫ സെറ്റൊക്കെ ഇടുന്ന സ്ഥലം കേട്ടോ. പിന്നെ അതാ മോനും ഒക്കെ ഉണ്ട് കേട്ടോ. ആളൊക്കെ നല്ല പണിയിലാണ്, ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു 12:45 ആയപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് 1:30 ആയപ്പോഴത്തേക്ക് നല്ല റഷ് ചെയ്യുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ ഞാൻ അതിൻ്റെ മടിയിൽ വെച്ചു. പിന്നെ ഇച്ചു അപ്പുറത്തെ കസാരയിലാണ് കേട്ടോ റിച്ചുവിൻ്റെ ഒക്കെ ഒപ്പേന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ റിച്ചുവിനെ ഇപ്പുറത്തേക്ക് ഇരുത്തി, കാരണം അവിടെ സാധിക്കിരുന്നു കേട്ടോ. ഇച്ചു തീരെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മോനോസും റിച്ചൊക്കെ അപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട് ഓൻ അവിടെ തന്നെ ഇരുന്നോടാന്ന് വാശി പിടിക്കുന്നു കേട്ടോ. പക്ഷേ ആൾ വലിയ കാര്യത്തിൽ പ്ലേറ്റൊക്കെ വാങ്ങി, പക്ഷേ എനിക്ക് ചോറൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആകെ 2 കഷ്ണം ചിക്കൻ പീസ് മാത്രമായിരുന്നു കേട്ടോ കഴിച്ചത്. 2 പീസ് എന്ന് പറഞ്ഞാൽ 1 പീസിൻ്റെ ചെറിയൊരു കഷ്ണം കേട്ടോ. ബാക്കി എങ്ങനെയോ പ്ലേറ്റിലുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അകത്തേക്ക് കയറി കേട്ടോ. ഇനി മക്കൾക്കൊക്കെ ഫുഡ് കഴിക്കണം, ആരും മര്യാദക്കൊന്നും കഴിച്ചിട്ടില്ല. മോനൂസ് കഴിച്ചു, പിന്നെ കുഞ്ഞു പെണ്ണും കഴിച്ചൊന്നും തീരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂമിലേക്ക് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ആൾ കുടിക്കുന്നത് ആൾ ഫുള്ളും നിലത്തു കൂടെ ഇറങ്ങി പോവാണ് കേട്ടോ. ഓക്ക് മുറ്റത്തേക്ക് ഇറങ്ങണം. അങ്ങനെ തന്നെ ഒരു വൈകുന്നേരം 3:15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ പോയത് ജഫറാക്കാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം അവിടെ ഒന്ന് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അമ്മായിനെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പക്ഷേങ്കിൽ ആളവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അന്ന് തന്നെ നമുക്കൊരു വേറൊരു കല്യാണം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ അതിന് പോയിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ ഇനിയിപ്പം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ വരുന്ന ടൈമിന് സ്കൂളിലേക്ക് കേട്ടോ, പുത്തുമല സ്കൂൾ LP സ്കൂളിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ നല്ലോണം ലേറ്റായി. പിന്നെ എല്ലാവരും ഉറങ്ങി കേട്ടോ, മക്കളെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. എണ്ണക്കടയൊക്കെ കൊണ്ടുവന്ന് വൈകുന്നേരം സാജിക്കാൻ്റെ അവിടെ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ രാത്രി ഡിന്നർ ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ തേങ്ങാച്ചോറും
ചിക്കൻ കറിയൊക്കെ, ചിക്കനല്ല സോറി ബീഫ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കളെല്ലാവരും റിച്ചുവിൻ്റെ വൈത്താലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ എടുക്കണം. പിന്നെ ഇപ്പം ഫാനുമ്മ കളിക്കാൻ കേട്ടോ, ഒരാൾ സ്വിച്ചിട്ടപ്പം അടുത്താക്കും ഫാനുമ്മ കയറി കളിക്കണം. പിന്നെ ഇതിപ്പം മിക്കാൻ്റെ ഷർട്ടാണ് കേട്ടോ, ആളെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അതോർത്തു. പിന്നെ ഇവരെ ചെടികളൊക്കെ ബേക്കിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം റോസാപ്പൂ വരുന്നതൊക്കെ നോക്കാണ്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് ഫുള്ളും ഉണങ്ങി പോവാന്നിട്ട് ബേക്കിലേക്ക് വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മൾ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ എന്താക്കുക, നമുക്കെല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ വെച്ചു. പിന്നെ ഇന്നിപ്പം കുഞ്ഞാവി ഉണ്ട് കേട്ടോ, ആൾക്ക് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, 24ൻ്റെ ഒക്കെ കിട്ടിട്ടോ. അപ്പം ആളെ കൊണ്ട് കാറൊക്കെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുത്തിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഓന് എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ പിന്നെ ഓനെ വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്, സാജിക്കും ഓനൊക്കെ കൂടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇക്കയും വന്നു. അങ്ങനെ പിന്നെ അത് ആ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്തതിന് ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം സിമ്പിളായിട്ടുള്ള ഫുഡ് തന്നെ ചെയ്യുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ എടുത്തിട്ടുള്ള വീഡിയോ ചെയ്യുന്നു കേട്ടോ. ഇതിപ്പം കുമ്മായാണ് കേട്ടോ, നമ്മുടെ ഈ കവുങ്ങിനൊക്കെ ഇട്ട് കൊടുക്കൂലേ, അപ്പോൾ ആ ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ ഷെല്ലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വെള്ളം ഒഴിക്കാൻ കേട്ടോ. വെള്ളം ഒഴിച്ച് വന്നിട്ട് ഇത് ആദ്യം കാണുമ്പം ഫുള്ള് ഷെല്ലായിരിക്കും. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കുമ്പം ആ ഷെല്ലൊക്കെ കൂടി പൊടിഞ്ഞിട്ട് പൊടി പോലായി മാറും കേട്ടോ. അപ്പം ആദ്യം ഇതൊക്കെ ഞാൻ പുരയിലും വെല്ലിപ്പൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം ഇതിന് മുമ്പൊന്നും ചെയ്തിട്ടില്ല, ഇപ്രാവശ്യം അതായിട്ടാണ് കേട്ടോ കവുങ്ങിനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കവുങ്ങൊക്കെ നാശമാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ അതാ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ മാറി ഇങ്ങനെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷെല്ലൊക്കെ. അപ്പോൾ കാണുമ്പം തന്നെ ഒരു അത്ഭുതം പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഇതുവരെ കാണാത്തവർക്ക് ഒരു എന്താ പറയുക, അത് തന്നെത്താനെ പൊട്ടുക, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുകയൊക്കെ വരുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, കാർബൺ മോണോക്സൈഡ്, കാൽഷ്യം അങ്ങനെ എന്തോ മറ്റുമാണ് കേട്ടോ പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ അതാ വൈകുന്നേരം ഞങ്ങളൊന്ന് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസം കേട്ടോ. സച്ചും റിച്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പം മോനുവിൻ്റെ സൈക്കിൾ സച്ചു എടുത്ത് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അത് പിന്നെ ഇച്ചുവിനെ ഒന്ന് കയറ്റി, പക്ഷെ ആൾക്ക് ഓടിക്കാനൊന്നും അറിയില്ലല്ലോ. പിന്നെ സച്ചുവിൻ്റെ അടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ദിവസം തന്നെ താത്തിയും മുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സച്ചുവിനെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. ആൾക്ക് പിറ്റേ ദിവസം എക്സാം ഉണ്ട്, ആൾ കരഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ, റിച്ചുവിനെ മാത്രം പറക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ അതാ രാത്രിക്കൊക്കെ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ കേട്ടോ. ആസ് യൂഷ്വൽ ഇന്നും തേങ്ങാച്ചോറ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങളിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. സാജിക്കൊക്കെ ഇവിടെ ഒരു അമ്പലത്തിൽ മഹോത്സവം ഉണ്ട് കേട്ടോ, ഉത്സവത്തിന് പോയിട്ടുള്ളതായിരുന്നു. പിന്നെ ഇക്കാണെങ്കിൽ ഷോപ്പിൽ നിന്ന് വന്നിട്ടില്ല, സെലിക്കാക്ക ഓട്ടത്തിന് പോയിട്ട് ആളും എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ അവരൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഒരു 9:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ടും ഫുഡ് കഴിക്കാൻ കേട്ടോ, ചിക്കൻ കറി കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.